KSRTC ബസ് സ്റ്റേഷനുകളിൽ ട്രേഡ് യൂണിയനുകളുടെ കൊടിതോരണങ്ങൾ കെട്ടുന്നതിനെതിരെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. തോരണങ്ങൾ കെട്ടി പരിസരം മലിനമാക്കുന്നതിൽ നിന്ന് യൂണിയനുകൾ പിന്മാറണം. നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി. ഓരോ ജീവനക്കാർക്കും അറിയാം ഞാൻ ആ കോട്ടിയാണ് അറിഞ്ഞൂടെ പറഞ്ഞോ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് അടിച്ച് ജീവനക്കാർ കൈകൊടുക്കും. അവർ വായിച്ചു നോക്കിയിട്ട് ഇഷ്ടമുള്ളത് വോട്ട് അതിന് ഈ തോരണമെല്ലാം വലിച്ചു കെട്ടി ഈ ബസ് സ്റ്റേഷനുകൾ മലിനമാക്കുന്ന ഒരു പരിപാടിയിലുണ്ട്. എല്ലാ ട്രേഡ് യൂണിയനുകളും മാന്യമായി പിന്മാറണം എന്ന സ്നേഹത്തോടെ ഞാൻ പറയാം. അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ തോരണങ്ങളും ബോർഡുകളും വെക്കരുത് എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായി ഇതിന്റെ പുറത്ത് നടപടി എന്ന് മാത്രമേ പറയാം. ഷമീർ അബ്ദുൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, ട്രേഡ് യൂണിയനുകൾക്കെതിരെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ നിലപാടുമായി ഗതാഗത മന്ത്രി രംഗത്തെത്തുന്നു. ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ ഈ പ്രസ്താവനയിന്മേൽ? ട്രേഡ് യൂണിയനുകൾ ഈ പ്രസ്താവനയിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ മന്ത്രി ഈ പ്രതികരണം നടത്താൻ തിരഞ്ഞെടുത്തതും ട്രേഡ് യൂണിയനുകളുടെ പരിപാടിയിലായിരുന്നു. ഈ പ്രതികരണം മന്ത്രി നടത്തിയത് പത്തനാപുരത്തായിരുന്നു ഈ പ്രതികരണം നടത്തിയത്. ഈ KSRTC ഒരു നവീകരണത്തിന്റെ പാതയിലാണ്. ആ നവീകരണത്തിന്റെ പാതയിൽ ഇത്തരം പ്രവണതകൾ, അതായത് KSRTC ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെ വൃത്തികേടാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. സംസ്ഥാനത്തെമ്പാടും അതുണ്ടെന്ന് മന്ത്രി പറയുന്നു. ഈ സംഘടനകളുടെ ഫ്ലക്സും തോരണങ്ങളും ഒക്കെ തന്നെ കൊണ്ട് ഈ സ്റ്റാൻഡുകളിൽ കെട്ടിയ ശേഷം അത് തിരികെ എടുക്കാൻ ഈ സംഘടനാ ഭാരവാഹികൾ തയ്യാറാകുന്നില്ല. റഫറണ്ടത്തിൽ, അതായത് വോട്ടെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജീവനക്കാർക്ക് അറിയാം. അതിന് പ്രത്യേക ബോർഡിന്റെയോ തോരണത്തിന്റെയോ ആവശ്യം എന്തിനാണ് എന്ന് മന്ത്രി ചോദിച്ചു. അത് ഇനി ആവശ്യമില്ല. തോരണങ്ങളുടെയും കൊടിയും ഇനിയും ബസ് സ്റ്റാൻഡുകളിൽ ഈ പ്രതികരണത്തിന് ശേഷം ഇനിയും സ്റ്റാൻഡുകളിൽ സ്ഥാപിച്ചാൽ അത് സ്ഥാപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി മന്ത്രി നൽകി. ഒരിടത്ത് വൃത്തിയാക്കി കൊണ്ടുവരുമ്പോൾ കുറെ പേർ അതിനെ നശിപ്പിക്കാനായി ശ്രമിക്കുന്നു. അതിനി അനുവദിക്കാൻ കഴിയില്ല. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് ഇനി ലംഘിച്ചാൽ കർശനമായ നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കും. അതിന്റെ ആദ്യപടി എന്ന നിലയിലാണ് ഈ പ്രതികരണം മന്ത്രി നടത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരം കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാൻ അതാത് സംഘടനകൾ തയ്യാറാകണം. അല്ലാത്ത പക്ഷം KSRTC വകുപ്പ് തന്നെ മറ്റ് നടപടികൾ നോക്കും എന്നാണ് മന്ത്രി പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞു വെച്ചത്. ലക്ഷ്മി പത്മ. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.